എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്നതാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം? ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം? രോഗങ്ങൾ സാവധാനം തുടങ്ങുന്നു. നീണ്ട രോഗചരിത്രം, ദീർഘകാലത്തെ ചികിത്സ വേണ്ടിവരുന്നു എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ ആരംഭിക്കുന്നത്? രോഗങ്ങൾ സാവധാനത്തിലാണ് തുടങ്ങുന്നത്. സാവധാനം രോഗങ്ങൾ തുടങ്ങുന്നു. നീണ്ടു നിൽക്കുന്ന രോഗചരിത്രം ഉണ്ടായിരിക്കും. അതുപോലെ വളരെ കാലത്തെ ചികിത്സ വേണ്ടിവരുന്നു, ദീർഘകാലത്തെ ചികിത്സ വേണ്ടിവരുന്നു എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? രക്താതിസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ മൂലമുള്ള ഹൃദ്രോഗം, പ്രമേഹം, പൊണ്ണത്തടി, സന്ധിവാത രോഗങ്ങൾ, അർബുദം എന്നിവയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. രക്താതിസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ മൂലമുള്ള ഹൃദ്രോഗം, പ്രമേഹം, പൊണ്ണത്തടി, സന്ധിവാത രോഗങ്ങൾ, അർബുദം എന്നിവയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിലെ പ്രത്യേകത എന്ത്? ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിലെ പ്രത്യേകത എന്ത്? ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവില്ല. ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവില്ല. എന്നാൽ നിയന്ത്രിച്ചു നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിലെ പ്രത്യേകത എന്താണ്? ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളേവ? ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളേവ? പരിസര മലിനീകരണം, ഭക്ഷണ രീതികളിലെ അനാരോഗ്യകരമായ മാറ്റം, വ്യായാമമില്ലായ്മ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കടുത്ത മാനസിക സമ്മർദ്ദം. ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ് പറയുന്നത്. പരിസര മലിനീകരണം, ഭക്ഷണ രീതികളിലെ അനാരോഗ്യകരമായ മാറ്റം. എന്താണ്? നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതാണ് ഈ അനാരോഗ്യകരമായ മാറ്റം. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം നമ്മൾ സ്ഥിരമായി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുന്നത്. അതുപോലെ വ്യായാമമില്ലായ്മ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ ഇത്രയും ഒന്നുകൂടി നോക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രോഗങ്ങൾ സാവധാനം തുടങ്ങുന്നു, നീണ്ട രോഗചരിത്രം, ദീർഘകാലത്തെ ചികിത്സ വേണ്ടിവരുന്നു എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം? രക്താതിസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ മൂലമുള്ള ഹൃദ്രോഗം, പ്രമേഹം, പൊണ്ണത്തടി, സന്ധിവാത രോഗങ്ങൾ, അർബുദം. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിലെ പ്രത്യേകത എന്ത്? ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവില്ല, എന്നാൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളേവ? പരിസര മലിനീകരണം, ഭക്ഷണ രീതികളിലെ അനാരോഗ്യകരമായ മാറ്റം, വ്യായാമമില്ലായ്മ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കടുത്ത മാനസിക സമ്മർദ്ദം. അടുത്തത്, ലോകത്തിൽ ഏറ്റവുമധികം ആളുകളിൽ മരണകാരണമായ ജീവിതശൈലി രോഗമേത്? ലോകത്തിൽ ഏറ്റവും അധികം ആളുകളിൽ മരണകാരണമായ ജീവിതശൈലി രോഗം ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം. ലോകത്തിൽ ഏറ്റവും അധികം ആളുകളിൽ മരണകാരണമായ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് ഹൃദ്രോഗമാണ്. വികസ്വര രാജ്യങ്ങളിലായി 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമാകുന്ന ജീവിതശൈലി രോഗമേത്? വികസ്വര രാജ്യങ്ങളിലായി 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമാകുന്ന ജീവിതശൈലി രോഗമേത്? അത് ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം തന്നെയാണ്. വികസ്വര രാജ്യങ്ങളിൽ 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമാകുന്ന ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. ലോകത്തിലെ ഏറ്റവും അധികം ആളുകളിൽ മരണകാരണമായ ജീവിതശൈലി രോഗവും ഹൃദ്രോഗമാണ്. പ്രവർത്തനത്തിനാവശ്യമായ രക്തം ധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകിയെത്താതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ രക്തം ധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകിയെത്താതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഹൃദയാഘാതം. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് രക്തം ആവശ്യമാണ്, അല്ലെ? അങ്ങനെയുള്ള ഈ രക്തം ധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകിയെത്തണം. അങ്ങനെ ഒഴുകിയെത്താതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഹൃദയാഘാതം. അടുത്തത്, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സമുണ്ടാകുമ്പോഴും
കൊറോണറി ധമനികൾ ചുരുങ്ങുമ്പോഴും രക്തപ്രവാഹം തടസ്സപ്പെട്ട് സംഭവിക്കുന്നത് എന്ത്? കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സമുണ്ടാകുമ്പോഴും കൊറോണറി ധമനികൾ ചുരുങ്ങുമ്പോഴും രക്തപ്രവാഹം തടസ്സപ്പെട്ട് സംഭവിക്കുന്നതാണ് ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പോ മറ്റോ അടിഞ്ഞുകൂടി തടസ്സമുണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊറോണറി ധമനികൾ ചുരുങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെട്ട് സംഭവിക്കുന്നതാണ് ഹൃദയാഘാതം. ഒന്നുകൂടി, ലോകത്തിലെ ഏറ്റവും അധികം ആളുകളിൽ മരണകാരണമായ ജീവിതശൈലി രോഗം ഏത്? ഹൃദ്രോഗം. വികസ്വര രാജ്യങ്ങളിലായി 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമാകുന്ന ജീവിതശൈലി രോഗമേത്? ഹൃദ്രോഗം. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം ധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകിയെത്താതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സമുണ്ടാകുമ്പോഴും കൊറോണറി ധമനികൾ ചുരുങ്ങുമ്പോഴും രക്തപ്രവാഹം തടസ്സപ്പെട്ട് സംഭവിക്കുന്നത് എന്ത്? ഹൃദയാഘാതം. അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന സ്ത്രീ ഹോർമോൺ ഏത്? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന സ്ത്രീ ഹോർമോൺ ഏത്? ഈസ്ട്രജൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറവാണ്. ഇതിന് കാരണമായിരിക്കുന്ന സ്ത്രീ ഹോർമോണാണ് ഈസ്ട്രജൻ. രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിന്റെ അളവ് ഏത് നിലയിലായിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അഭികാമ്യം? രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിന്റെ അളവ് ഏത് നിലയിൽ ആയിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അഭികാമ്യം? 200 മില്ലിഗ്രാമിൽ താഴെ. രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിന്റെ അളവ് 200 മില്ലിഗ്രാമിൽ താഴെ ആയിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അഭികാമ്യമായിട്ടുള്ളത്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന വിഷവസ്തു ഏത്? പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന വിഷവസ്തു ഏത്? നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ അളവ് കൂടുന്ന നല്ല കൊളസ്ട്രോൾ ഏത്? സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ അളവ് കൂടുന്ന നല്ല കൊളസ്ട്രോൾ ഏത്? HDL. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ HDL കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിരിക്കും. ഇത് നല്ല കൊളസ്ട്രോൾ ആണ്, ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ ആണ്. ഏത് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ജൈന? ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ജൈന. ഒന്നുകൂടി, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന സ്ത്രീ ഹോർമോൺ ഏത്? ഈസ്ട്രജൻ. രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിന്റെ അളവ് ഏത് നിലയിലായിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അഭികാമ്യം? 200 മില്ലിഗ്രാമിൽ താഴെ. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന വിഷവസ്തു ഏത്? നിക്കോട്ടിൻ. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ അളവ് കൂടുന്ന നല്ല കൊളസ്ട്രോൾ ഏത്? HDL. ഏത് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ജൈന? ഹൃദ്രോഗം. അടുത്തത്, നെഞ്ചിന്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന ശക്തമായ വേദന എന്തിന്റെ സുപ്രധാന ലക്ഷണമാണ്? നെഞ്ചിന്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന ശക്തമായ വേദന എന്തിന്റെ സുപ്രധാന ലക്ഷണമാണ്? ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ്. നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് അനുഭവപ്പെടുന്ന ശക്തമായ വേദന. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്നത് എങ്ങനെ? കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്നത് എങ്ങനെ? അഞ്ജൈന. ഒന്നുകൂടി, നെഞ്ചിന്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന ശക്തമായ വേദന എന്തിന്റെ സുപ്രധാന ലക്ഷണമാണ്? ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ്. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്നത് അഞ്ജൈന എന്നാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.